ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇതിനു മുമ്പ് മൂകാംബികയിൽ പോയിട്ടുണ്ടെങ്കിലും ഈ പ്രാവശ്യമാണ് കറക്റ്റായ രീതിയിൽ തൊഴാൻ സാധിച്ചത്. അപ്പോൾ എങ്ങനെയാണ് വിധിപ്രകാരം മൂകാംബികയെ തൊഴുന്നത് എന്താണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടോ. എറണാകുളത്ത് സൗത്തിൽ നിന്ന് 8:25 മനുസാഗർ എക്സ്പ്രസ്സിലാണ് ഞാൻ മൂകാംബികയ്ക്ക് പോയത്. 470 രൂപയാണ് പെർ പേഴ്സൺ ആയത്. ഞാൻ തൽക്കാലം ബുക്ക് ചെയ്തുകൊണ്ട് 100 റുപ്പീസ് എക്സ്ട്രാ ആയി. നോർമലി 370 രൂപയായിരിക്കും. ഈ ട്രെയിൻ രാവിലെ 7 മണിയാകുമ്പോൾ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തും. ഓൾറെഡി എൻ്റെ ചാനലിൽ മൂകാംബിക ക്ഷേത്രത്തിൻ്റെയും കുടജാദ്രിയുടെയും സെപ്പറേറ്റ് വീഡിയോകളുണ്ട്. കുറച്ച് ലോങ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുള്ളവർക്ക് ഞാൻ അതിനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് കാണാവുന്നതാണ്. ഇത് ചെറിയൊരു കുട്ടി വീഡിയോ ആണ്, മെയിനായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ബൈന്ദൂരുള്ളത്. ഇവിടെ നിന്ന് മൂകാംബികയ്ക്ക് പോകാൻ വേണ്ടി ധാരാളം ബസ്സുകളും ക്യാബ് ഫെസിലിറ്റീസും ഓട്ടോസൊക്കെ ഉണ്ട്. ഞാൻ ബസ്സിനാണ് പോകുന്നത്. അവിടെ നിന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഫ്രണ്ടിലേക്ക് ഏകദേശം ഒരു 500 മീറ്റർ നടക്കുമ്പോൾ നമുക്ക് ബസ് സ്റ്റേഷൻ കാണാൻ പറ്റും. അവിടെ നിന്ന് ഡയറക്റ്റ് ബസ്സുകളുണ്ട്. 30 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് മൂകാംബികയ്ക്കുള്ളത്. ഒരു 40 മിനിറ്റ്സ് ട്രാവലാണെങ്കിൽ പോലും ഇവിടുത്തെ ബസ് സർവീസ് കുറവാണ്. അപ്പം ഏകദേശം ഒരു 1 അവർ ടു 1.5 അവർ വരെ എടുക്കാം. 42 രൂപയാണ് പെർ പേഴ്സൺ ടിക്കറ്റ് ചാർജ് വരുന്നത്. മൂകാംബിക ടെമ്പിൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 300 മീറ്റർ ഫ്രണ്ടിലോട്ട് നടക്കുമ്പോഴാണ് ക്ഷേത്രമുള്ളത്. ക്ഷേത്രത്തിലേക്ക് കയറുന്നതിൻ്റെ അവിടെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് കുടജാദ്രിക്കൊക്കെ പോകുന്ന ഒരു വഴി കാണാം. കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ അവിടെയാണ് ലളിതാംബിക ഗസ്റ്റ് ഹൗസ് ഉള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ലളിതാംബിക ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത്. ലാസ്റ്റ് ടൈം വന്നപ്പോഴും ഞാൻ ആ ഗസ്റ്റ് ഹൗസിൽ അന്വേഷിച്ചിരുന്നു. പക്ഷേ ലാസ്റ്റ് ടൈം തന്നെ വന്നുകൊണ്ട് സിംഗിളായിട്ടുള്ള ആൾക്ക് റൂം കൊടുക്കത്തില്ല അവർ. ദേവസ്വത്തിൻ്റെ അണ്ടറിലുള്ള ഗസ്റ്റ് ഹൗസ് ആണിത്. നമുക്ക് റേറ്റ് ഇവിടെ കാണാൻ പറ്റും. നോർമൽ റൂംസിന് 300, 400, AC റൂമിന് 1000, അങ്ങനെയാണ് റേഞ്ച് വരുന്നത്. അങ്ങനെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ആവറേജ് റൂമാണ്, അത്യാവശ്യം ഒരു ഡീസൻറ്റ് റൂമാണ്. ലളിതാംബിക ഗസ്റ്റ് ഹൗസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. നമുക്ക് സൗപർണിലേക്ക് പെട്ടെന്ന് കട്ട് ചെയ്ത് കയറാം അങ്ങനെ. അപ്പോൾ അവിടെ ഉള്ളൊരു സ്ഥലമാണിത്. ഭയങ്കര രസമാണ് കേട്ടോ. അധികം തിരക്കൊന്നുമില്ല, ഭയങ്കര കാമായിട്ടുള്ളൊരു പ്ലേസാണ്. നമുക്ക് ഈ വഴി സൗപർണിക്ക് പോവാം. മൂകാംബിക തൊഴുമ്പോൾ ആദ്യം സൗപർണിയിൽ കുളിക്കണം എന്നാണ് പറയുന്നത്. പുണ്യസ്നാനം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. പാപങ്ങൾ പോകാനുള്ള ശക്തി സൗപർണിക നദിക്കുണ്ടെന്നാണ് പറയുന്നത്. അപ്പം സൗപർണിക കുളിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഞാനിപ്പോൾ സൗപർണികയിൽ കുളിക്കുന്നില്ല. ഞാൻ ഓൾറെഡി കുളിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. കാലും കൈയും മുഖമൊക്കെ കഴുകുന്നേ ഉള്ളൂ. മാക്സിമം പറ്റുന്നവർ സൗപർണികയിൽ കുളിച്ചിട്ട് തന്നെ മൂകാംബിക തൊഴാൻ ശ്രമിക്കുക. ഇവിടുത്തെ പൂജാ ടൈമിങ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. കാളി, ലക്ഷ്മി, സരസ്വതി സങ്കല്പമാണ് മൂകാംബികയിലുള്ളത്. അതുകൊണ്ട് തന്നെ മൂകാംബികയിൽ ദർശനം കംപ്ലീറ്റ് ആകണമെങ്കിൽ നമ്മൾ 3 നേരം തൊഴണം എന്നാണ് പറയപ്പെടുന്നത്. വിധിപ്രകാരം എങ്ങനെയാണ് മൂകാംബിക തൊഴുന്നതെന്ന് ചോദിച്ചാൽ, ആദ്യം നമ്മൾ സൗപർണികയിൽ കുളിച്ച് അതിനുശേഷം മൂകാംബിക ദേവീനെ തൊഴുത് വലം വെച്ച് വന്ന് നമ്മൾ എന്തെങ്കിലും വഴിപാട് സങ്കല്പം ഉണ്ടെങ്കിൽ സങ്കല്പം ചെയ്ത് ഉപദേവന്മാരെ എല്ലാം തൊഴുത് അവസാനം വീരഭദ്രസ്വാമിയെ തൊഴണം. തൊഴുതിന് ശേഷം സരസ്വതി മണ്ഡപത്തിൽ പോയി സരസ്വതിനെ വന്ദിക്കാം. ദേവിക്കൊരു നെയ്വിളക്ക് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും മിനിമം ആയിട്ടുള്ളൊരു കാര്യമാണ്.
നമ്മളൊരു നെയ്വിളക്കെങ്കിലും ദേവിക്ക് കൊടുത്ത് തൊഴണം. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് അന്നദാനമുണ്ട്. വൈകുന്നേരം രാത്രി 9 മണിയോടെ കഷായം കുടിക്കാൻ കിട്ടും. ഞാൻ ഏകദേശം ഒരു 9:30യോടെയാണ് മൂകാംബിക ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തുന്നത്. നമ്മൾ റൂം എടുത്ത് ഫ്രഷായി സൗപർണികയിൽ പോയി കുളിച്ച് ഉച്ചപ്പൂജ തൊഴുത് അവിടുന്ന് തന്നെ അന്നദാനം കഴിച്ചു. അതിനുശേഷം രാത്രിയിൽ നമ്മൾ വീണ്ടും വൈകുന്നേരം ദീപാരാധന തൊഴുതു, അത്താഴപൂജ തൊഴുതു. അതിനുശേഷം പിറ്റേ ദിവസം രാവിലത്തെ പൂജയും തൊഴുതിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. അപ്പം ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് വേ. നമ്മളൊരു ദിവസം ചെല്ലുന്ന 3 നേരത്തെ പൂജ മുടക്കാതെ തൊഴുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ സന്ധ്യ സമയത്തേക്കുള്ളൊരു വൈബ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ സന്ധ്യ സമയത്തെന്നല്ല ഏതൊരു സമയത്തും ദേവീനെ തൊഴാൻ ഒരു പ്രത്യേക വൈബാണ്. എനിക്ക് വൈകുന്നേരങ്ങളിൽ ക്ഷേത്ര ദർശനം ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. മാസ്തക്കെട്ടെ വനദുർഗാദേവി. മൂകാംബിക ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ എൻട്രൻസ് ഗേറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ചെറിയ ക്ഷേത്രമാണിത്. മൂകാംബിക ദേവിയുടെ കാവലായിട്ട് നിൽക്കുന്ന മാസ്തി അമ്മ എന്ന വനദുർഗാ ദേവിയാണ് ഇവിടെ പ്രതിഷ്ഠ. മൂകാംബികയിൽ വരുമ്പോൾ മാസ്തി അമ്മയും തൊഴണം എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഒരുപാട് തൊട്ടിലുകൾ കെട്ടിയിട്ടിരിക്കുന്നതായിട്ട് കാണാം. മൂകാംബികയിൽ വരുന്ന ഒരുപാട് പേർക്ക് ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് അത്ര അറിയില്ല. കൂടുതലും ലോക്കലായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ പൂജ ചെയ്യാൻ വരുന്നത്. പക്ഷെ മൂകാംബികയിൽ വരുമ്പം ഇവിടെയും തൊഴണം എന്നാണ് പറയപ്പെടുന്നത്. മൂകാംബിക ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. ബൈ ബൈ.